കാർണിയുടെ കാനഡ ഇന്ത്യയുടെ ദോസ്ഡ NDP എന്ന വാലിൽ തൂങ്ങി ഖാലിസ്ഥാനികളെ പിന്തുണച്ചോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന മാന്യനും മര്യാദക്കാരനുമായിരുന്ന ലോക നേതാവിന്റെ വാട്ടർലോ ആരംഭിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലം ചമയാൻ മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ കാനഡയുടെ ഭൂമി തിരെഴുതി നൽകുമ്പോൾ കളിക്കുന്നത് ഇന്ത്യ എന്ന ലോകശക്തിയോടാണെന്ന് ഓർക്കാതെ പോയതാണ് ട്രൂഡോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഈ തിരിച്ചടിക്ക് കാരണം. ലോകത്തിനും കാനഡയ്ക്കും എന്തിന് താൻ ആർക്കു വേണ്ടിയാണോ വെള്ളം കോരിയത് ആ ഖാലിസ്ഥാനികൾക്ക് പോലും വേണ്ടാത്തവനായി തലകുനിച്ച് പടിയിറങ്ങുമ്പോൾ പുതുതായി എത്തുന്ന കാർണി എന്ന 59-കാരൻ ബുദ്ധിയുള്ള കളിക്ക് മുതിരു. കാരണം പലതാണ്. ഒന്നാമത്തേത് കസേര സംരക്ഷണമാണെങ്കിൽ അതിലും വലുത് വേറെ പലതുമുണ്ട്. കാനഡയിലെ വാർഷിക ബജറ്റിന്റെ 30% സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. കാനഡയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 600-ലേറെ കനേഡിയൻ കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. കാനഡയിലുള്ള ഇന്ത്യയുടെ കയറ്റുമതി $410.97 കോടി ആണെന്നത് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്ക് സൂചിപ്പിക്കുന്നു. $85.98 കോടി ആയിരുന്നു കാനഡ മുൻ വർഷങ്ങളിൽ ഇന്ത്യയിലേക്ക് നടത്തിയ പണക്കൈമാറ്റമെന്ന് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കനേഡിയൻ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ 1 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത്. വിപുലമായ ഇത്രയും വ്യാവസായിക ബന്ധങ്ങളെയായിരുന്നു ട്രൂഡോയുടെ ഖാലിസ്ഥാൻ പ്രേമം ഇല്ലാതാക്കിയത്. മാർക്ക് കാർണി ആ ബുദ്ധിമോശം കാണിക്കുമെന്ന് കരുതാൻ നിവൃത്തിയില്ല. കാരണം ഖാലിസ്ഥാൻ വിഘടനവാദികളോട് ജസ്റ്റിനോളം മമത കാർണിക്കില്ല എന്നത് തന്നെ. ട്രംപ് എന്ന ഡെമോക്രസിന്റെ വാൾ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുമ്പോൾ ഇന്ത്യ പോലൊരു പ്രമുഖ രാജ്യത്തെ വീണ്ടും വിറപ്പിക്കാൻ പോന്ന ബുദ്ധിയില്ലായ്മയൊന്നും മാർക്ക് കാർണി എന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ പരിണിതപ്രജ്ഞൻ കാണിക്കില്ല. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പെരുമ്പാമ്പിൻ നെയ് പുരട്ടി ഉണക്കാൻ പോന്ന വിശ്വകരനാകും മാർക്ക് കാർണി എന്ന് വിദഗ്ധർ വിലയിരുത്തുമ്പോൾ കാനഡയിലെ ഇന്ത്യൻ പ്രവാസികളെ നിങ്ങൾ ചുമ്മാ സന്തോഷിച്ച് അറുമാദിപ്പിൻ. ഇനി വരാൻ പോകുന്നത് ഇന്ത്യ കാനഡ ബൈ ബൈ ദിനങ്ങളത്രേ.